ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നമ്മൾ കൃത്യമായിട്ട് അതിനൊക്കെ റിപ്ലൈ നൽകുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മുകളിലുള്ള പടവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇന്നലെ പണിക്കാർ കുറച്ച് കുറവായിരുന്നു. ഒരു മേസ്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് 2 മേസ്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ പണി കുറച്ച് വാശുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള പടവ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന ടീം തന്നെയാണ് നമ്മുടെ പണിക്കാരൊക്കെ ഇവിടെ ജോലിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ മുകളിലേക്ക് നമ്മളെടുക്കുന്ന റൂമെന്ന് പറയുമ്പോൾ 2 റൂമാണ് നമ്മൾ മുകളിൽ വരുന്നത്. താഴെ 2 റൂം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. മുകളിലും അതേപോലെ തന്നെയാണ് റൂംസൊക്കെ വരുന്നത്. അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ താഴെ വന്ന റൂമിൻ്റെ അതേ അളവ് തന്നെയാണ് മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റൂമിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഒരു റൂമിൻ്റെ അളവ് വരുന്നത് ഒരു റൂമിന് 10-11 സൈസ് വരുന്നത്. മറ്റേ റൂം 12-13 വരുന്നുണ്ട്. പിന്നെ നല്ലൊരു വലിയ ഹോള് വരുന്നുണ്ട് മുകളിൽ. നമ്മുടെ എൻജിനീയർ നമുക്ക് ഈ ഹോളിൻ്റെ ഭാഗത്ത് ഒരു ഓപ്പൺ സ്പേസ് ഇടണോ എന്ന് നമ്മളോട് ചോദിച്ചിരുന്നു. സംഭവം മോഡലാകും എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി വരുന്ന ഏരിയ ആണിത്. ഇവിടെ അവർ പിന്നെ ജനൽ കട്ടിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ സിമെൻറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പടവിൽ പോകുന്ന താഴെ ഭാഗം സിമെൻറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം മാത്രമേ സിമെൻറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് പടവിലൂടെ ചെയ്യലാണ്. താഴെ പോകുന്ന ഭാഗം സിമെൻറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചതാണ് അവർ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളെ പണിക്കാർ ഈ നിങ്ങൾ സ്റ്റീലിൻ്റെ വാതിൽക്കട്ടിലെ ജനൽ കട്ടിലെ വെക്കുന്നവർ ശ്രദ്ധിക്കണം. കറക്റ്റ് അവർ സിമെൻറ്റ് കറക്റ്റ് ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് കോൺക്രീറ്റ് ഇറക്കി കൊടുക്കുന്നുണ്ടോ. പടവ് ഇങ്ങനെ 3 വരി പടവ് പൊന്തുന്നതിനനുസരിച്ച് അവരിങ്ങനെ കോൺക്രീറ്റ് ഇറക്കി കൊടുക്കും. ഓക്കെ, അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പടവ് നല്ല രീതിയിൽ തന്നെയാണോ പടവ് കയറിപ്പോകുന്നുണ്ടോ തെന്നിപ്പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ഉടായ്പ കളിക്കുന്നതായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളെ പണിക്കാർ അങ്ങനെയുള്ള പണിക്കാരൊന്നുമല്ല. അത്യാവശ്യം നല്ല പണിക്കാരായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല പടവിൻ്റെ പണിക്കാർ തന്നെയാണ്. പിന്നെ പണിക്കാർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ തന്നെ ഭക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കണം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ പണി ഇത്രയും വെയിലത്ത് നിന്നുകൊണ്ട് എടുക്കുന്നതല്ലേ. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫുള്ള് തൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുക. നമ്മളുടെ പണിക്കാർക്ക് നമ്മൾ രാവിലെ ചായയാണ് കൊടുക്കുന്നത്. ചായ എന്ന് പറയുമ്പോൾ കറിയൊക്കെ ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ചായ കൊടുക്കും. പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഊണ് കൊടുക്കും. 2 മണി 2:30 ആകുമ്പോഴേക്കും നമ്മളെ പണിക്കാരെ പണി കഴിയും. അവർ രാവിലെ വരും. 6:15 വരും. പിന്നെ ഇതാണ് നമ്മുടെ വലിയ റൂം വരുന്നത്. ബാത്റൂമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂം വലിയ രീതി 2 ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ ബാത്റൂം വരുന്നുണ്ട്. 2 ബാത്റൂമും വലിയ രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ 2 ബാത്റൂമും. പിന്നെ ഇതൊക്കെ അവർ റെഡിയാക്കി വെച്ചതാണ്. ജനൽ കട്ടിലൊക്കെ ഒരു കള്ളി ജനൽ കട്ടിലൊക്കെ അവർ സിമെൻറ്റ് ഇട്ട് റെഡിയാക്കി വെച്ചതാണ് ഇതൊക്കെ. പിന്നെ അവർ മാക്സിമം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ബാത്റൂമിൻ്റെ നടുക്കുള്ള കട്ട കൊണ്ടാണ് അവർ പടുക്കുന്നത്. കട്ട തികയും എന്ന് തോന്നുന്നില്ല. ഇനിയും ഇറക്കേണ്ടി വരും. നമ്മൾ പാരപ്പറ്റ് പടുക്കാനൊക്കെ ഇനിയും വേണ്ടി വരും. അപ്പോൾ ബാത്റൂമിൻ്റെ സൈസ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 2 ബാത്റൂമാണ് വരുന്നത്. നമ്മൾ ബാത്റൂമിൻ്റെ ഏരിയ നമ്മൾ താഴ്ത്തി വാർത്തിട്ടുണ്ടായിരുന്നു. അത് എഞ്ചിനീയർമാർ പൊതുവേ നമുക്ക് പറഞ്ഞു തരും. ഇന്നത്തെ കാലത്ത് മുമ്പൊന്നും ഇങ്ങനെ താഴ്ത്തി വാർക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ പ്രത്യേകം നിങ്ങളത് കരാറുകാരനോടും എഞ്ചിനീയറോടും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം. ബാത്റൂം താഴ്ത്തി വാർപ്പിൻ്റെ സമയത്ത് മുകൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ഫിക്സ് ചെയ്യണം. മുകൾക്ക് എങ്ങോട്ടാണ് ബാത്റൂം കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ വീട് വെക്കാൻ. അതേപോലെ തന്നെ പ്ലാനിങ്ങിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ വീട് വെക്കുന്നവർ. കാരണം പിന്നെ നമ്മൾ തറ ഇട്ടതിന് ശേഷം പ്ലാനിങ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നത് തന്നെ കുറച്ച് റിസ്ക്കാണ്. അതേപോലെ മുകൾക്ക് വാർപ്പിടുന്ന സമയത്ത് നമ്മൾ മുകൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കോൺക്രീറ്റിൻ്റെ മുഴുവൻ ഭാഗമൊന്നും നമ്മൾ ചിലപ്പോൾ എന്ത് വരില്ല, മുകൾക്ക് നമ്മൾ പടവ് വരില്ല. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കിച്ചൻ്റെ മുകളിലും
പിന്നെ അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ എനിക്ക് എന്തുണ്ട്, ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പൺ സ്പേസ് ഉണ്ടാകുമ്പോഴൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാർപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന് ബീഡിങ് എന്ന് പറയും, ബീഡിങ് ചെയ്യും നമ്മൾ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ബീഡിങ് ചെയ്യാൻ മറക്കരുത്. അത് കൃത്യമായിട്ട് നിങ്ങൾ കരാറുകാരനോട് കൃത്യമായിട്ട് നിങ്ങളത് പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ്. വീടിൻ്റെ പണി നടക്കുന്ന വീഡിയോസൊക്കെ ഇനിയും ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.